പ്രൈസ് ദി ലോർഡ്. അടുത്ത മകളെയുമായി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങളുടെ വന്ദനങ്ങളെ പറയുന്നു. പരസ്യമായി നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ ലഭിച്ച ഈ അസുലഭമായ സന്ദർഭത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ പകലിന്റെ സായാഹ്ന വേളയിൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായി ഇവിടെ പ്രാരംഭമായി പ്രിയ കർത്തൃദാസൻ പ്രിൻസ് ചില കാര്യങ്ങൾ പ്രസ്താവിക്കുകയുണ്ടായി. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനെ കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. നിശ്ചയമായും നമുക്കറിയാം 2025 നമ്മെ വിട്ടുപിരിയുവാൻ ഇനി ചില ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുൻപിലുള്ളൂ. എണ്ണപ്പെട്ട മണിക്കൂറുകൾ. ഒരു സംഭവങ്ങളെ കൊണ്ട് നിറഞ്ഞ വർഷം നമ്മിൽ നിന്ന് കടന്നു പോകുവാൻ പോകുകയാണ്. ഇതിന്റെ ആരംഭം കണ്ട അനേകര് ഇന്ന് ലോകത്തിലില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ജീവനുള്ളവരുടെ ദേശത്ത് ജീവനോടെ ആയിരിക്കാൻ ഇടയായത് നമ്മുടെ കഴിവുകൊണ്ടാണെന്ന് പറയാൻ ആർക്കും കഴിയത്തില്ല. കാരണം കഴിവുള്ളവര് പലരും കടന്നുപോയിട്ടുണ്ട്. പ്രാപ്തിയുള്ളവർ, കഴിവുള്ളവർ, പണമുള്ളവർ, ആരോഗ്യമുള്ളവർ, എന്തിനേറെ പൊസിഷനും മസിൽ പവറും മണിപ്പവറും ഒക്കെ ഉണ്ടായിരുന്ന ആളുകൾ ജീവിതത്തിൽ കടന്നുപോയ ദിനങ്ങൾ നമുക്ക് മറക്കാൻ കഴിയുന്നതല്ല. എത്രയോ വിലാപ ഭവനങ്ങളിൽ കടന്നുപോയി നാമം അർത്ഥാൽ അവരോട് ചേർന്ന് സങ്കടപ്പെട്ട് അവർക്ക് ആശ്വാസം പറഞ്ഞത് നമുക്ക് മറക്കാവുന്നതല്ല. എന്തിനാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞെന്ന് ചോദിച്ചാൽ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ നിലകളിൽ മരണം ഒരു അനിവാര്യമാണ്. അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് പലയിടങ്ങളിലും സംഭവിച്ചു കഴിഞ്ഞു. പലരും നമ്മോടുകൂടെ ഇല്ല. ഈ വർഷത്തിന്റെ ആരംഭം കണ്ടവര് പലരും കടന്നുപോയി. എന്നാൽ ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ളവരായിരിക്കാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നെങ്കിൽ അത് ദൈവം നൽകിത്തരുന്ന ദൈവിക അനുഭവവും വിടുതലുമാണെന്ന് തിരിച്ചറിയുവാൻ കഴിഞ്ഞാൽ, ഇവിടെ കേട്ടതുപോലെ ബുദ്ധിമാന്റെ ഒരനുഭവം അതാണ്. ആമേൻ. നാം ദൈവവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു. ആമേൻ. പ്രത്യേകിച്ച് മൂഢൻ അത് ഗ്രഹിക്കുന്നില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. എന്നാൽ ബുദ്ധിയുള്ളവരോ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു, ഗ്രഹിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ബുദ്ധിയുള്ളവരാരാണ്? അവര് എന്താണ് ഗ്രഹിക്കുന്നത്? അവര് മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണ്? ദൈവത്തിന്റെ വചനത്തിലൂടെ ദൈവം ചെയ്തു തരുന്ന നന്മകളും വിടുതലുകളും ഉള്ളതുപോലെ ഗ്രഹിക്കുവാൻ കഴിയുന്നത് യഥാർത്ഥമായ ജ്ഞാനമാണെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് പ്രാരംഭമായി പറയട്ടെ, ഈ ആണ്ടിന്റെ ഒടുവിൽ വരെ ദൈവം നമ്മെ അതിശയകരമായി നടത്തിയത് ഒരിക്കലും മറക്കുവാൻ പാടില്ല. ജീവിതത്തിൽ ദൈവം നൽകിത്തരുന്ന അതിശ്രേഷ്ഠമായ വിടുതലാണ്. ആമേൻ. അതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം കൂടെ ഈ ദൈവിക സന്ദേശം ശ്രദ്ധിക്കുവാൻ നിങ്ങൾക്കൊരവസരമുണ്ടായത് ഏറ്റവും ഉദാത്തവും ഉന്നതവും ശ്രേഷ്ഠവുമായ കാര്യമാണ്. വിശുദ്ധ ബൈബിളിൽ നിന്ന് ഒരു വാക്യഭാഗം ഉദ്ധരിച്ച് ചില മിനിറ്റുകൾ സംസാരിച്ച് എന്റെ വാക്കുകൾക്ക് ആമേൻ കുത്തിടുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ബൈബിളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന വിലപ്പെട്ട സന്ദേശം, അത് ഈ കാലത്തെ കുറിച്ച് തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, കാലിക സംഭവങ്ങളെ എടുത്തു വീക്ഷിക്കുമ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായി അനുദിനം നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളെയും കുറിച്ചും വിളിച്ചു പറയുന്ന ഒരു പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ എന്നുള്ളത്. നമുക്കറിയാം, ഉത്തര ആധുനിക യുഗത്തിൽ
മനുഷ്യൻ വളരെ പുരോഗമിച്ചു എന്നുള്ളത് ശരിയാണ്. മാനുഷികമായ നിലയിൽ ഇവിടെ കേട്ടതുപോലെ ഒത്തിരി നേട്ടങ്ങൾ മനുഷ്യൻ കരഗതമാക്കി. ആഴിയുടെ അടിത്തലത്തിലൂടെ ഊളിയിട്ടിറങ്ങുവാനും ആകാശത്തിന്റെ അർദികളിലൂടെ യാത്ര ചെയ്യുവാനും മനുഷ്യൻ പഠിച്ചു കഴിഞ്ഞു. എന്തിനേറെ ഇന്ന് ആകാശത്തുള്ള ഗാലക്സികൾ എണ്ണത്തിൽ പലതും മനുഷ്യൻ കണ്ടെത്തി. വളരെ വേഗത്തിൽ യാത്ര ചെയ്യുന്ന പ്രകാശന് അതിന്റെ യാത്രകളും നക്ഷത്രങ്ങളുടെ കാഴ്ചപ്പാടുകളുമൊക്കെ മനുഷ്യൻ തന്റെ ബൈനോക്കുലറിൽ തന്റെ ആധുനിക കണ്ടുപിടുത്തത്തിലൂടെ കണ്ടെത്തി കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യമാണ്. നാസയിലുള്ള ശാസ്ത്രജ്ഞന്മാർ ആധുനിക ലോകത്തിന് സംഭവിക്കുവാൻ പോകുന്ന ആ ഉയർച്ചകളും തകർച്ചകളും ഒരുപോലെ അവർ പ്രവചിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ലോകത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരുപിടി കാര്യങ്ങൾ ഇന്ന് ഈ പ്രത്യേകിച്ച് പ്രകൃതിയിൽ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് അനുദിനം അവരെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ കത്തിയെറിഞ്ഞുകൊണ്ടിരിക്കുന്ന സൂര്യൻ, നമുക്ക് വെളിച്ചവും പ്രകാശവും തരുന്ന സൂര്യൻ, അതങ്ങനെ എന്നും കത്തിക്കൊണ്ടിരിക്കുകയില്ല. അതിന്റെ ഊർജം നഷ്ടപ്പെട്ടിട്ട് അത് കെട്ടുപോകും, അഥവാ സൂര്യൻ പ്രകാശം തരാതിരിക്കും എന്ന് നാസയിലെ ശാസ്ത്രജ്ഞന്മാര് പറയുകയുണ്ടായി. എന്തിനേറെ പറയണം, ഈ ഭൂമിയുടെ ഗുരുത്വാകർഷണ ശക്തി അല്ല, ഈ ഭൂമിയുടെ നിലനിൽപ്പ് അതിന്റെ നിലയിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുന്നു എന്നും ഇവിടെ പല വലിയ പട്ടണങ്ങളും വെള്ളത്തിൽ മുങ്ങുമെന്നും ഇവിടെയുള്ളതായിരിക്കുന്ന പല നിലകളിൽ ഭൂകമ്പങ്ങൾ പലയിടങ്ങളിലായി മാറി ഉണ്ടാകുമെന്നും എന്ന് വേണ്ട അനവധി മനുഷ്യന് പിടിച്ചാൽ കിട്ടാത്ത മഹാവ്യാധികൾ മനുഷ്യ കുടുംബത്തെ കാർന്നു തിന്നുമെന്നുമൊക്കെ ആധുനിക ശാസ്ത്രം എന്ന് പറയുകയുണ്ടായി. ഇതാരും വിദേശിമാര് പറഞ്ഞതല്ല, ആധുനിക ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. ആ നിലകളിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി കാര്യങ്ങൾ ആധുനിക ശാസ്ത്രം മനുഷ്യന്റെ മുൻപാകെ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഞങ്ങൾ പറയട്ടെ, ഇതെല്ലാം കൂടെ നിരത്തി വെച്ച് നോക്കിയാൽ വിശുദ്ധ ബൈബിളിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവാചകന്മാരായ ദൈവദാസന്മാർ എഴുതിയ പ്രവചനത്തിന്റെ നിവൃത്തിയായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ ദാസന്മാർ പരിശുദ്ധാത്മാവിൽ ഉല്ലേഖനം ചെയ്ത ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം, ആ വചനത്തിന്റെ താളുകളിൽ മനുഷ്യ കുടുംബങ്ങൾക്കും ഈ ലോകത്തിനും ഈ പ്രപഞ്ചത്തിനും സംഭവിക്കുവാൻ പോകുന്ന തകർച്ചകളെ കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയത് പരവണ്ണം മാറാതെ ഇന്ന് ആധുനിക ശാസ്ത്രം അത് കണ്ടെത്തുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഞാനിത് പറഞ്ഞെന്ന് ചോദിച്ചാൽ, വിശുദ്ധ ബൈബിളിനെ മാറ്റി നിർത്തി നമുക്ക് മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല. ബൈബിൾ എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെ ഗ്രന്ഥമല്ല. ചിലർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, ഇത് ക്രിസ്ത്യാനികളുടെ ഗ്രന്ഥമാണ്, ഒരു കൂട്ടം ആളുകൾ ഇത് വായിക്കുകയും പ്രാർത്ഥിക്കുകയും പാടുകയും ഒക്കെ ചെയ്യുന്നു, അവരുടേതായ മാത്രം മതഗ്രന്ഥമാണ് എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ആരൊക്കെയോ ഉണ്ട്. പക്ഷേ ഞങ്ങൾ പറയട്ടെ, ഇത് ക്രിസ്ത്യാനികളുടെ ഗ്രന്ഥമല്ല. ബൈബിൾ എന്ന് പറയുന്നത് 66 പുസ്തകങ്ങൾ അടങ്ങിയ ഒരു ലൈബ്രറിയാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, ഈ പുസ്തകങ്ങളിൽ ഉൽപ്പത്തി പുസ്തകം എന്ന് പറയുന്നത് ഇന്നയ്ക്ക് അനവധി നൂറ്റാണ്ടുകൾക്ക് പുറകിൽ മോശസ് എന്ന് പറയുന്ന പ്രവാചക വരേണ്യൻ, ഒന്നുകൂടെ പറഞ്ഞാൽ ആ വലിയ മനുഷ്യൻ എഴുതിയ പുസ്തകം ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, പെന്റാറ്റ്യൂക്ക് എന്ന് പറയും 5 പുസ്തകങ്ങൾ ഒരുപോലെ മോശയുടെ ഗ്രന്ഥങ്ങളാണ്. അതിൽ ഉൽപ്പത്തി പുസ്തകം ഈ പ്രപഞ്ചത്തിന്റെ ആരംഭം എങ്ങനെയാണെന്ന് വെളിപ്പെടുത്തുന്നു. ഇവിടെ ഉണ്ടായ പലതിനും ആരംഭമുണ്ടെന്ന് നമുക്കറിയാം. ആരംഭമുള്ളതിനെ കുറിച്ച് വ്യക്തമായി വെളിപ്പെടുത്തുന്ന പുസ്തകമാണ് വിശുദ്ധ ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകം. മനുഷ്യന്റെ കുടുംബം എന്ന് പറയുന്നതിന്റെ ആരംഭം ഉൽപ്പത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാപത്തിന്റെ ആരംഭം ഉൽപ്പത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഭൂമിയെ മനുഷ്യയോഗ്യമാക്കി മാറ്റി അതിനെ
മനുഷ്യനെ വെള്ളാവുന്ന നിലയിലേക്ക് ദൈവം വാസയോഗ്യമാക്കി തീർത്ത് മനുഷ്യന് വേണ്ടിയതെല്ലാം ഒരുക്കിയതിനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെയും ഒന്നുകൂടെ പറഞ്ഞാൽ ആമേൻ, ഈ പുസ്തകത്തെ നാം വ്യക്തമായി മനസ്സിലാക്കുമ്പോൾ മരണമില്ലാത്ത യുഗായുഗമായി നിത്യമായി വാഴുവാൻ വേണ്ടി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നാൽ മരണത്തിന്റെ ആരംഭം ഉൽപ്പത്തി പുസ്തകത്തിലാണെന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ തന്നെ മരണത്തെ കൊണ്ടുവന്ന പിശാചിനെ ആമേൻ അവന്റെ തലയെ തകർത്തുകൊണ്ട് വാഗ്ദത്ത സന്തതിയുടെ ജന്മത്തെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ 1-ാമത്തെ പ്രവചനം അവിടുന്ന് പ്രഖ്യാപിക്കുന്നത്, ഉറക്കെ വിളംബരം ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ ഏണിയെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പ്രപഞ്ചത്തിന്റെ തുടക്കം വിശുദ്ധ ബൈബിളിലുണ്ട്. അപ്പോൾ തന്നെ ഇതിന്റെ അവസാനവും വിശുദ്ധ ബൈബിളിലുണ്ട്. ഏറ്റവും ഒടുവിലത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൽ ഏതാണ്ട് AD 92 യോഹന്നാൻ എന്ന് പറയുന്ന അപ്പോസ്തലൻ പത്മോസ് എന്ന് പറയുന്ന ഏകാന്ത തടവറയിൽ സുവിശേഷം നിമിത്തം അടയ്ക്കപ്പെട്ട് കിടക്കുമ്പോൾ അവിടെ കിടന്നുകൊണ്ട് എഴുതിയ ദൈവത്തിന്റെ വചനമാകുന്ന വെളിപ്പാട് പുസ്തകത്തിൽ അന്തിമമായി പ്രപഞ്ചത്തിന് സംഭവിക്കുവാൻ പോകുന്ന അനുഭവങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യരെ കുറിച്ച് ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്ന പദ്ധതികൾ എന്താണെന്ന് ഈ പുസ്തകത്തിനൊടുവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യനോടും ദൈവത്തോടും ഒരുമിച്ചുള്ള ആ സ്വർഗീയ വാസത്തെ കുറിച്ച് എന്ന് പറഞ്ഞാൽ ഏതൻ തോട്ടത്തിൽ എന്ത് നഷ്ടപ്പെട്ടുവോ അത് തിരികെ നൽകുന്ന ദൈവം മനുഷ്യനോടുകൂടെ സഹവസിക്കുന്ന ആ സ്വർഗീയമായ അനുഭവത്തെ കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം ഒരുപോലെ വ്യക്തിഗതമായി പഠിപ്പിക്കുന്ന ഒരു സന്ദേശമാണ് ആമേൻ ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. ചില ആളുകൾ പറയുന്നത് ഇത് കേവലം ക്രിസ്ത്യാനികളുടെ പുസ്തകമാണ്, ഇതാരും വായിക്കരുത്, ഇത് മതം മാറ്റത്തിന് വേണ്ടിയാണെന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷെ ഞങ്ങൾ ശക്തമായ ഭാഷയിൽ പറയുന്നു, ആമേൻ ഇവിടെ അനവധി ഗ്രന്ഥങ്ങൾ ഉണ്ടെങ്കിലും ഇതുപോലെ വ്യക്തിതവും ശക്തവും ആമേൻ അതിന്റെ ഉദാത്തവും ഉന്നതവുമായി മനുഷ്യ സൃഷ്ടിയെ കുറിച്ചും മനുഷ്യന്റെ ഭാവിയെ കുറിച്ചും മനുഷ്യനെ അവന്റെ നിത്യതയെ കുറിച്ചുമൊക്കെ വ്യക്തമായ കാഴ്ചപ്പാട് നൽകുന്ന അവന്റെ ഹൃദയത്തോട് സംസാരിക്കുന്ന ഒരു പുസ്തകമുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ വചനമാകുന്ന വിശുദ്ധ ബൈബിളാണ്. അതുകൊണ്ടാണ് ഈ പുസ്തകം ഞങ്ങൾ മാർവോട് അടച്ചുപിടിച്ച് ഈ ശുശ്രൂഷയിൽ, ഈ ദൈവവചന ശുശ്രൂഷയിൽ ശക്തിയോടെ മുൻപോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പലയിടങ്ങളിൽ ഈ സത്യം പ്രസംഗിക്കുവാൻ ദൈവമായ കർത്താവ് ഞങ്ങൾക്കിടയാക്കി. ആമേൻ. ഈ സുവിശേഷ സത്യങ്ങളെ അനവധിയിടങ്ങളിൽ കടന്നുപോയി പ്രസംഗിക്കുവാൻ ഇടയായിത്തീരുന്നതിന്റെ പിന്നിൽ ഞങ്ങളുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തുള്ള ചേതോവികാരം മറ്റൊന്നുമല്ല. ആമേൻ. യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങൾക്ക് നൽകപ്പെട്ട നിത്യജീവന്റെ മാർഗം ജീവിതത്തിൽ അനുഭവമാക്കുവാൻ സാധ്യതമാക്കുവാൻ കഴിഞ്ഞു എന്നുള്ള ചരിതാർത്ഥ്യമാണ് ഈ സന്ദേശം ഞങ്ങൾ ശക്തമായ ഭാഷയിൽ പ്രസംഗിക്കുവാനിടയായിത്തീരുന്നത്. വിശുദ്ധ ബൈബിളിൽ നിന്ന് ഞാനൊരു വാക്യഭാഗം ഉദ്ധരിക്കാൻ താല്പര്യപ്പെടുന്നു. അതിങ്ങനെയാണ്: കാണാതെ പോയതിനെ തിരഞ്ഞുരക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഈ ലോകമെമ്പാടും ക്രിസ്തുമസ് കൊണ്ടാടി. കൊച്ചു കേരളത്തിലും പല ഭവനങ്ങളിലുമൊക്കെ യേശുവിന്റെ ജനനം ആഘോഷവും ആർഭാടവുമായി കൊണ്ടാടിയ ആമേൻ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, യേശു എന്തിനാണ് ഈ ലോകത്തിൽ വന്നത്? വിശുദ്ധ ബൈബിൾ പറയുന്നു, കാണാതെ പോയതിന് തെരഞ്ഞു രക്ഷിക്കാനാണ് കർത്താവായ യേശു ക്രിസ്തു ഇഹലോകത്തിൽ വന്നത്. ആരാണ് കാണാതെ പോയത്? എവിടെ വെച്ചാണ് കാണാതെ പോയത്? എവിടം വരെ പോയി? എവിടെ നിന്നാണ് കണ്ടെത്തിയത്? ഇതൊക്കെ ഈ പുസ്തകം പഠിക്കുമ്പോൾ വ്യക്തമായി നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. ദൈവവചനത്തിന്റെ മാറ്റമില്ലാത്ത സത്യങ്ങൾ നാം വ്യക്തമായി മനസ്സിലാക്കുമ്പോൾ ആമേൻ ഈ സത്യം അതാണ് യാഥാർത്ഥ്യമെന്ന് നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിയും. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്ന് ആ ഭാഗം ഞാൻ സവിസ്താരമായി വിസ്തരിക്കാതെ ഒന്ന് പറഞ്ഞ് വേഗം മുൻപോട്ട് വരുവാൻ താല്പര്യപ്പെടുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 15-ാം അധ്യായത്തിൽ കാണാതെ പോയ ഒരാടിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാണാതെ പോയ
ഒരാള് 100-ൽ 1 എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരുവന് 100 ആടുണ്ടായിരുന്നു, അതിൽ 1 കാണാതെ പോയി. അതാണ്. രണ്ടാമത് കാണാതെ പോയ ഒരു ദ്രഹ്മയെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്, അത് 10-ൽ 1. മൂന്നാമത് അതേ അധ്യായത്തിൽ തന്നെ പറയുന്നു, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു, ഒരുവൻ എല്ലാം നഷ്ടമാക്കി, അവൻ ദൈവസന്നിധിയിൽ നിന്ന് അകന്നുപോയി, പിതാവിന്റെ അടുക്കൽ നിന്ന് അകന്നുപോയി. 3 വ്യക്തിത്വങ്ങളെയാണ് ഇവിടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് എടുത്ത് ഉദ്ധരിക്കുന്നത്. അതിലൊന്ന് ഒരു ആടിന് സദൃശമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആടെന്ന് പറയുമ്പോൾ നമുക്കറിയാം, ആമേൻ, ആടിനെ കുറിച്ച് ഒരു ചിന്തയില്ലാത്ത ജീവിയും പോകുന്ന വഴി അങ്ങ് പോവുകയും വേണ്ടതുപോലെ ബലമില്ലാത്തതും പോരാടിയോ എന്തിനെങ്കിലും എതിർത്തൊക്കെ നിൽക്കാൻ കഴിവുള്ളതും ഒന്നുമല്ല ആട്. ആ നിലകളിലുള്ള ഒരു ചെറിയ ജീവിയാണ്, അഥവാ ഒരു ചെറിയ മൃഗമാണ് ആടെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഈ ആടിനോട് സദൃശ്യപ്പെടുത്തി പറഞ്ഞിരിക്കുന്നത് കേവലം ആടിനെ കുറിച്ചല്ല എന്ന് വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി കാണുവാനായിട്ട് കഴിയും. വിശുദ്ധ ബൈബിളിൽ ഈ ആടിനെ കുറിച്ച് പറയുമ്പോൾ യെശയ്യാവ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നാം എല്ലാം ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. അപ്പോൾ ആടയിൽ നിന്ന് തെറ്റിപ്പോയതിനെ കുറിച്ച് പറയുന്നതിന്റെ അർത്ഥം ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ മാനവവർഗത്തെയാണ് സദൃശീകരിക്കുന്നത്, അഥവാ കാണിക്കുന്നത്. ദൈവത്തോട് വാക്കുവാദം പറഞ്ഞ്, അഥവാ ദൈവത്തെ അനുസരിക്കാതെ, ദൈവശബ്ദത്തിന് വിധേയപ്പെടാതെ ആമേൻ വഴിതെറ്റിപ്പോയ ഒരാടിന് സദൃശമായിരിക്കുന്ന മനുഷ്യ സമൂഹത്തെയാണ് ഇവിടെ കാണാതെ പോയി എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ ആദ്യത്തെ ചിന്ത. എന്നെ ശ്രദ്ധിക്കുന്ന മാന്യ പ്രിയപ്പെട്ടവരെ, ദൈവ സാന്നിധ്യവും ദൈവസന്നിധിയിലുള്ള സഹവാസവും ദൈവത്തോടുള്ള അനുസരണവും വിട്ട് ഇന്ന് മാനവവർഗം തെറ്റിപ്പോയ ആമേൻ അനുഭവത്തെ കുറിച്ച് ഞാൻ എടുത്തു പറയേണ്ടതില്ല. ഇന്ന് മനുഷ്യ സമൂഹത്തിന് വന്നിരിക്കുന്ന ഏറ്റവും വലിയ തകർച്ച അതാണ്. കാരണം ദൈവത്തിങ്കലേക്ക് വരാതെ മനുഷ്യ യഥാർത്ഥമായിരിക്കുന്ന ആ ആദിമ അനുഭവം പ്രാപിക്കുവാൻ കഴിയത്തില്ല. എന്താണ് ആദിമാനുഭവം? ആദിമാനുഭവം എന്ന് പറയുന്നത് അവൻ ദൈവ സാന്നിധ്യത്തിലും സാമീപ്യത്തിലും സായുജ്യത്തിലും സാരോഗ്യത്തിലും ദൈവികമായ ആ ഉദാത്തമായ ഉന്നതമായ അവസ്ഥയിലും ദൈവത്തോട് ചേർന്ന് സമാധാനപൂർവമായി വസിച്ചിരുന്ന ആ സമുന്നതമായ ശ്രേഷ്ഠമേറിയ മാർഗത്തിലായിരുന്നു മാനവനായിരുന്നത്. പക്ഷേ ദൈവത്തിന്റെ കൽപ്പനകളും ദൈവത്തിന്റെ വചനങ്ങളും ദൈവത്തിന്റെ ആലോചനകളും പലപ്പോഴും അവൻ മറുതലിച്ച് ദൈവഹിതം വിട്ട് മനുഷ്യൻ അപഥസഞ്ചാരം ചെയ്തതിന്റെ ഫലമായി അവൻ സ്വാർത്ഥനായി തൻകാര്യ ചെയ്തുകൊണ്ട് സ്വന്തം ഇഷ്ടത്തിന് പാപത്തിന് അധീനനായി അവൻ വഴിതെറ്റിയ അവൻ ആടിനെ പോലെ ദൈവ സാന്നിധ്യം വിട്ട് ഉഴലുന്ന യാത്രയാണ് നമുക്കിവിടെ തിരിഞ്ഞാലും കാണുവാൻ കഴിയുന്നത്. ദൈവത്തെ ഭയമില്ലാത്തൊരു തലമുറ, ആധുനിക തലമുറയെ നോക്കിക്കേ, ദൈവഭയമില്ല. എന്തെങ്കിലും ദൈവത്തിന് വേണ്ടി കൊടുത്തോ കുഴപ്പമില്ല, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള വഴിയെ പോകും എന്ന് പറഞ്ഞു പോകുന്ന ഒരു തലമുറ. എന്തിനേറെ മദ്യത്തിനും മയക്കുമരുന്നിനും കഞ്ചാവിനും ചരസിനും എന്ന് വേണ്ട പാപ സ്വഭാവങ്ങൾക്കുമൊക്കെ അടിമയായ ഒരു തലമുറ. വീട്ടുകാർക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പനും അമ്മയും അനുസരിക്കുമോ? ഇല്ല. ഗുരുക്കന്മാരെ വേണോ? ഇല്ല. അവൻ എന്തിന് അവൻ നിയമത്തിന്റെ വേലിക്കെട്ടുകളെ പോലും വലിച്ചു പൊളിച്ച് ഇന്ന് മനുഷ്യൻ കാട്ടിക്കൂട്ടുന്ന വിക്രിയകളും ലൈംഗിക അതിക്രമങ്ങളുമൊക്കെ വിശദീകരിക്കേണ്ട കാര്യമില്ല. നിരന്തരം സോഷ്യൽ മീഡിയ വഴി അല്ല, നമ്മുടെ പത്രങ്ങൾ വഴി നാം വായിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ എന്താ? മനുഷ്യന്റെ അപഥസഞ്ചാരം അവൻ ദൈവസന്നിധി വിട്ട് കടന്നുപോയതിന്റെ ഫലമായി അവൻ മുഖാന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തകർച്ചകൾ ഇന്ന് അനുദിനം നാം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ നിലകളിൽ മനുഷ്യ സമൂഹത്തെ പാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ദൈവ സാന്നിധ്യം വിട്ട് അവൻ കടന്നു പോകുന്ന വഴിച്ചാലുകളെ
പാപത്തിന്റെ വഴിശാലികളെ, അവന്റെ അബദ്ധ സഞ്ചാരത്തെ ബൈബിൾ വ്യക്തമായി വെളിപ്പെടുത്തുന്നു. എന്നാൽ ഒരു കാര്യം ഞങ്ങൾ ഉറപ്പോടെ പറയാം, ഈ കാണാതെ പോയ ആടിനെ അന്വേഷിച്ച് ഇടയൻ കടന്നു വരുന്ന ഒരു കാഴ്ച അവിടെ കാണുന്നുണ്ട്. കാണാതെ പോയ ആടിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, 100-ൽ 1 ഒരാടാണ് കാണാതെ പോയത്. എന്നാലും ഇടയന്റെ സ്നേഹം ഈ ഒരാടിനെ തേടി വരികയാണ്. 100 ആടിൽ 99 തന്റെ ആലയിലുണ്ട്. എന്നാൽ ഒരാടിനെ കാണാതെ പോയപ്പോൾ ഇടയൻ അതിനെ അന്വേഷിച്ചു വരികയാണ്. കാരണം ഒന്നിന്റെ വില ഇടയന് നന്നായി അറിയാം. ആമേൻ. ഏറ്റവും വിലയുള്ള ഒന്നിനെയാണ് തനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഒരാളാണെങ്കിലും ഇടയന്റെ ഹൃദയം വേദനിക്കാൻ തുടങ്ങി. താൻ ആരെയും ഒന്നുകൂടെ എണ്ണി നോക്കി, ഒരാളിനെ കാണാനില്ല. ആ ഇടയൻ ആർദ്ധരാത്രിയിൽ കല്ലും മുള്ളും ചവിട്ടി, കുപ്പിച്ചൊല്ലി ചവിട്ടി, എവിടൊക്കെയാണോ, ഏതൊക്കെ മലയിലാണോ, ഏത് സ്ഥലങ്ങളിലാണോ ആളുകളെ ചുറ്റുവാൻ കൊണ്ടുപോയത്, അവിടെയെല്ലാം തന്റെ ആടിനെ വിളിച്ചുകൊണ്ട് ആ രാത്രിയിൽ അന്വേഷിക്കുന്ന ഇടയനെ അവിടെ കാണുവാനായിട്ട് കഴിയും. എന്നെ ശ്രദ്ധിക്കുന്ന മാന്യ സഹോദര, നീ ദൈവസന്നിധിയിൽ നിന്ന് തെറ്റിപ്പോയത് നിമിത്തം നിന്നെ തേടി വന്ന ഇടയനുണ്ട് കേട്ടോ. ഈ കഴിഞ്ഞ ദിവസം ക്രിസ്തുമസ് ആഘോഷിച്ചില്ലേ, ഈശോയുടെ പിറവിയും ഇവിടെ യേശു വന്നു എന്നുള്ള ഓർമ്മയും സന്തോഷത്തിന്റെ പടക്കം പൊട്ടിയും കലോൽ ഗാനങ്ങളും എല്ലാം സന്തോഷമായിരുന്നു. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, ദൈവമാകെ തെറ്റി വീഴുന്ന ആടിനെ തേടി നല്ല ഇടയൻ ഇറങ്ങി വന്നതാണ് ക്രിസ്തുമസ്. ക്രിസ്തുവിന്റെ ജനനം എന്തിന്? നല്ല ഇടയൻ ആടുകളെ തേടി ഇറങ്ങി വന്ന ആ ശ്രേഷ്ഠമായ സമുന്നതമായ മാർഗമാണ് ക്രിസ്തുമസ്. നമുക്കറിയാം, ഇടയനൊരു വേദനയുണ്ട്. എന്റെ ആട് അത് നഷ്ടപ്പെടാൻ പാടില്ല. അത് പാപത്തിലൂടെ കടന്നുപോയി നാശത്തിലേക്ക്, നരകത്തിലേക്ക്, തകർച്ചയിലേക്ക് പോകാൻ പാടില്ല. ആ കുടുംബം തകരാൻ പാടില്ല. ആ വ്യക്തി തകരാൻ പാടില്ല. ഒരു വ്യക്തിയെങ്കിലും ദൈവസന്നിധി നടന്നു പോയാൽ അവനെ സ്നേഹിക്കുന്ന ഒരു ഇടയനുണ്ട്. അതാണ് കർത്താവായ യേശു ക്രിസ്തു. അവന്റെ ആ സ്നേഹത്തിന്റെ മൂർത്തിഭാവമാണ് ആ ക്രൂശിൽ വ്യക്തമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന മാന്യ പ്രിയപ്പെട്ടവരെ, മാനവവർഗത്തെ സ്നേഹിച്ച ഇത്രമാത്രം സ്നേഹത്തിന്റെ അതിരേകം, അതിൻ്റെതായ ഉന്നതമായ അവസ്ഥ ലോകത്തിലാരെയും നമുക്ക് കാണുവാൻ കഴിയത്തില്ല. അവരവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി, അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി പലരെയും സ്നേഹിക്കാറുണ്ട്. അതെല്ലാം ഈ ലോകത്തിൽ നമ്മൾ കാണുന്ന സ്നേഹങ്ങളാണ്. എന്നാൽ തന്നെത്താൻ അർപ്പിച്ചുകൊണ്ട്, തന്റെ ജീവനെ അർപ്പിച്ചുകൊണ്ട് ആ ക്രൂശിൽ മാനവർഗത്തിന്റെ പാപം മുഴുവൻ വഹിച്ച് മരക്കുരിശിൽ മരിച്ച് മരണത്തെ ജയിച്ചുയർത്തുന്നേറ്റ് 3-ാം ദിവസം കല്ലറയെ ഭേദിച്ച് പുറത്തുവന്ന് മനുഷ്യ സമൂഹത്തിന് നേരെ ഇതാ നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് മാനവനെ തേടിയെത്തിയ ആ സ്നേഹത്തിന്റെ ആഗ്രഹ ഭാഗമായിരിക്കുന്ന യേശു ക്രിസ്തുവിലൂടെ വെളിപ്പെടുന്ന കണ്ടെത്തുവാനുള്ള, കാണാതെ പോയതിനെ തിരയുന്നതിനുള്ള യേശുവിന്റെ മഹാസ്നേഹം ഞങ്ങൾ ഇവിടെ ഉയർത്തിപ്പിടിക്കുകയാണ്. ഈ കാവാലച്ചറ ദേശത്തുള്ള ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്കറിയാം, അനവധി പ്രാവശ്യങ്ങൾ നിങ്ങൾ ഈ ശബ്ദം കേട്ടിട്ടുള്ളതാ, സുവിശേഷം നിങ്ങൾ അറിഞ്ഞിട്ടുള്ളതാ, യേശുവിനെ നിങ്ങൾക്കറിയാം. എന്നാൽ ഇന്നും വഴിതെറ്റി ആടിനെ പോലെ ദൈവസന്നിധി വിട്ട് അകന്ന് യാത്ര ചെയ്യുന്ന ചിലരോട് പരിശുദ്ധാത്മാവിന്റെ സായാഹ്ന വേളയിൽ സംസാരിക്കുക. നിങ്ങളുടെ ജീവിതം പാപത്തിന് അടിമയാണെങ്കിൽ, നിങ്ങൾ മദ്യത്തിനോ മയക്കുമരുന്നിനോ ലോകത്തിന്റെ ഇംഗിതങ്ങൾക്കോ സുഖങ്ങൾക്കോ ഒക്കെ അടിമയായി ദൈവവനത്തിൽ നിന്നും ദൈവത്തിൽ നിന്നും വളരെ അകന്ന് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി ജീവിതമാണോ? പരിശുദ്ധന്മാർ പറയുന്നു, നിന്നെ തേടിയാണ് എന്റെ കർത്താവ് വന്നത്. നിന്റെ തകർച്ചയിൽ നിന്ന് നീ ഏത് കാട്ടിൽ കുടുങ്ങിക്കിടന്നാലും, ഏത് മുള്ളിൽ കുടുങ്ങിക്കിടന്നാലും, ഏത് തകർച്ചയിലായിരുന്നാലും വിടുവിക്കുവാൻ അവൻ ഇറങ്ങി വന്നിട്ടുണ്ട്. നിന്റെ ചാരത്തേക്ക് അവൻ വരിക. ചിലപ്പോൾ നീ പറയും, എനിക്ക് ഒരു ജീവിതമില്ല, എനിക്ക് മുന്നേറാൻ കഴിയത്തില്ല, എന്റെ ജീവിതത്തിലുള്ള
എല്ലാം തകർന്നു പോയി. നഷ്ടങ്ങളുടെ കണക്ക് മാത്രമേ ഉള്ളൂ. ഈ 2025 അവസാനിക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ എന്നെ സ്നേഹിക്കാൻ ആരുമില്ല. ഞാൻ മാരകരമായ രോഗിയാണ്. എന്റെ തകർച്ചയിൽ നിന്ന് വിടുവിക്കാൻ ആരുമില്ല. ചിലപ്പോൾ ഒത്തിരി അവൻ ഹൃദയം കൊണ്ട് വേദനിക്കുന്ന വ്യക്തിയായിരിക്കാം നിങ്ങൾ. തകർന്നൊരു കുടുംബമായിരിക്കാം നിങ്ങളുടേത്. അവൻ ഹൃദയത്തിന്റെ ആഴത്തിൽ അവൻ ശോധനകളും വേദനകളും പ്രതിസന്ധികളുമായി അവൻ ജീവിതത്തിൽ മാനസിക സംഘർഷങ്ങളുമായി മല്ലടിക്കുന്ന ആ വേറൊരാടിനെ പോലെ ജീവിതത്തിൽ കരകയറുവാൻ കഴിയാതെ എന്നെ ആര് രക്ഷിക്കും, എന്നെ ആര് വിടുവിക്കും, ആരെനിക്ക് സമാധാനം തരും എന്ന് ചോദിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. പക്ഷെ നിങ്ങളെ തേടി വന്ന ഒരു നല്ല ഇടയനെ ഞങ്ങൾ ഈ ഭവനാങ്കണത്തിൽ നിന്നുകൊണ്ട് ഉയർത്തുകയാണ്. നിങ്ങളെ തന്നെ തേടി വന്ന, നിങ്ങളുടെ കുടുംബത്തെ തേടി വന്ന, നിങ്ങളുടെ ആ തകർച്ചയിൽ നിങ്ങളെ ഉദ്ധരിക്കുവാൻ കരഞ്ഞെന്ന് നിങ്ങളെ വിടുവിക്കാൻ കഴിയുന്ന ഒരു നല്ല ഇടയനെ ഞങ്ങൾ അവിടുന്ന് ഉയർത്തുകയാണ്. ആ ഇടയനെ കുറിച്ച് വായിക്കുന്നത് ഇങ്ങനെയാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. ജീവനെ കൊടുത്ത് നിങ്ങളുടെ ജീവനെ വീണ്ടെടുക്കുവാൻ ഈ ലോകത്തിൽ വന്ന ഒരു ഇടയനേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അനവധി ഇടയന്മാർ ഇവിടെ വന്നിട്ടുണ്ട്, അനവധി ആളുകളെ മേയ്ക്കുവാൻ വന്നിട്ടുണ്ട്. പക്ഷെ അവരെയൊക്കെയും അവരുടെ ജീവന്റെ സുരക്ഷിതത്വം നോക്കി മാത്രമേ ഇവിടെ എന്തെങ്കിലും ചെയ്തിട്ടുള്ളൂ. ആമേൻ. മരിക്കുവാൻ ആരും ഇവിടെ വന്നിട്ടില്ല. പക്ഷെ ജീവൻ കൊടുത്തും ആളുകളെ സ്നേഹിക്കുന്ന ഒരേ ഒരു ഇടയനുണ്ടെങ്കിൽ അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. എന്തിനാണ് തന്റെ ജീവൻ കൊടുക്കേണ്ടി വന്നത്? ആമേൻ. ജീവന്റെ വില യേശു എന്തിനാണ് കെട്ടിവെക്കേണ്ടി വന്നത്? കാരണം ജീവൻ ആമേൻ മരണത്തിലേക്ക് നയിക്കുന്ന പാപം മനുഷ്യ കുടുംബങ്ങളിൽ തേർവാഴ്ച നടത്തിയപ്പോൾ പാപത്തിന്റെ അടിമയായ സന്താനങ്ങളെ പാപത്തിന്റെ അധീനതയിൽ ശക്തിയിൽ നിന്ന് വീണ്ടെടുക്കുവാൻ ആമേൻ ജീവന്റെ ഉടമസ്ഥനായ ദൈവത്തിന്റെ പുത്രൻ തന്റെ ജീവനെ നൽകി കൊടുത്തുകൊണ്ടാണ് മാനവവർഗത്തെ സ്നേഹിച്ചത്. അതുകൊണ്ടാണ് ആ യഥാർത്ഥ നിത്യജീവനിലേക്ക് ഒരാടിനെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഒരു മാനവനെ നടത്തുവാൻ ഈ നല്ല ഇടയൻ മതിയായ ഇടയനാണെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത്. തന്റെ ജീവനെ കൊടുത്തുകൊണ്ട് ക്രൂശിൽ മാനവവർഗത്തെ സ്നേഹിച്ച ദൈവപുത്രൻ കാണാതെ പോയ വഴിതെറ്റിപ്പോയ ഒരാടിനെ തേടി വന്നതുപോലെ ഈ സായാഹ്ന വേളയിൽ നിങ്ങളെ തേടി യേശുവിന്റെ സാന്നിധ്യം കടന്നു വരികയാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് യേശുവിന്റെ സാന്നിധ്യം വരികയാണ്. രണ്ടാമത് നാം വായിച്ചത് ഇങ്ങനെയാണ്. 10 ദിരഹ്മയുണ്ടായിരുന്നു, അതിലൊന്ന് കാണാതെ പോയി. 10 ആ സ്ത്രീയെ കുറിച്ചാണ് പറയുന്നത്. ആമേൻ. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളെ ആമേൻ ഒരു വിവാഹത്തിന് വേണ്ടി ആലോചിക്കപ്പെട്ട സ്ത്രീയാണ്. യഹൂദന്മാരുടെ ഇടയിൽ അങ്ങനെ ഒരു ക്രമീകരണം ഉണ്ടായിരുന്നു. വിവാഹ ബാന്ധവ ബന്ധത്തിലേക്ക് ആമേൻ ആദ്യമായി ഒരു സ്ത്രീ കടന്നു വരുമ്പോൾ അവൾക്ക് നിയുക്ത മണവാളനും വീട്ടുകാരും ഒരു 10 ദിരഹ്മ അവളുടെ കയ്യിൽ ഏൽപ്പിക്കുമായിരുന്നു. അതിലൊന്നുപോലും കാണാതെ പോകാൻ പാടില്ല. കാരണം ആ വിവാഹ ദിവസം വരെയും അവളത് സൂക്ഷിക്കേണ്ടതാണ്. പക്ഷേ സംഭവിച്ചത് ഇങ്ങനെയാണ്. അതിലൊന്ന് കാണാതെ പോയി. അവൾ എന്ത് ചെയ്യുന്നറിയാമോ? ആകെപ്പാടെ വിഷമത്തിലായി. ആമേൻ. ചൂലെടുത്തുകൊണ്ട് വന്ന് വിളക്ക് കത്തിച്ച് വീട്ടിനകം മുഴുവൻ അടിച്ചുവാരി. എവിടെയാണ് നഷ്ടപ്പെട്ടു പോയത്? അത് തേടിയെടുത്തു കേട്ടോ, തേടിയെടുത്തു. കാരണം അവൾക്കറിയാം മണവാളൻ അവളെ ശങ്കിക്കും. അതിന്റെ കാരണം ഇവളുടെ കയ്യിൽ ഏൽപ്പിച്ച 10 ദിരഹ്മയിൽ ഒന്നുപോലും കാണാതെ പോകുവാൻ പാടില്ല. എന്നെ കേൾക്കുന്ന വിശ്വാസികളായുള്ളവരോട് പറയട്ടെ, ദൈവം നിന്നെ ഈ ആണ്ടിൽ ഏൽപ്പിച്ച ദിരഹ്മ എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൃപയാണ്, കൃപാവരങ്ങളാണ്. ആ കൃപാവരങ്ങളിൽ ഒന്നെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് വിളിച്ചു പറയുന്നു, അതിനെ തിരികെ എടുക്കുവാൻ ഈ ആണ്ടിൽ ഇനി അധിക മണിക്കൂറുകളില്ല. കൃപാവരങ്ങളെ ഈ ദിവസങ്ങളിൽ കണ്ടെത്തുവാൻ നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതിന് ദൈവത്തിന്റെ വചനമാകുന്ന വിളക്ക് കത്തിച്ച് അടിച്ചു അരിത്തൂത്തെടുത്ത് ഈ ദിവസം എവിടേക്കോ ചപ്പുചവറിനകത്ത് ദൈവം നിന്നെ ഏൽപ്പിച്ചത് പോയിട്ടുണ്ടെങ്കിൽ, നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ മടക്കിയെടുക്കുവാൻ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. സഹോദരി, കുഞ്ഞെ, യേശുവിന്റെ നാമത്തിൽ ഇന്നലകളിൽ നീ പ്രാർത്ഥിക്കുന്നയാളായിരുന്നു, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നയാളായിരുന്നു, കർത്തൃനാമത്തെ ശാസിക്കുന്നയാളായിരുന്നു, സുവിശേഷം പറയുന്നയാളായിരുന്നു. ദൈവം നിന്നെ ഏൽപ്പിച്ച താലന്തുകളും ദിരഹ്മയും എവിടെ? ആ കൃപ എവിടെ? ആ ശക്തി എവിടെ? അതിലേക്ക് മടങ്ങി വരുവാൻ ചില ദൈവമക്കളോട് ദൈവം ആഹ്വാനം ചെയ്യുന്ന ഒരു സായാഹ്ന വേള കൂടെയാണ്. 3
മൂന്നാമത്തെ കാര്യം നാം ഇങ്ങനെ പഠിക്കുന്നു. ഒരു പിതാവിന് 2 മക്കളുണ്ട്. ഒരുവൻ എന്ത് ചെയ്തു? അപ്പനോട് അവകാശവാദം മുഴക്കി, അപ്പനോട് വാഗ്വാദം നടത്തി, അവനുള്ളതെല്ലാം മേടിച്ച് അപ്പനോട് പറഞ്ഞു, എനിക്ക് നീ വീട്ടിൽ വസിക്കണ്ട, അങ്ങയുടെ പ്ലാനും പദ്ധതിയൊക്കെ അനുസരിച്ച് ഇവിടെ ഇഷ്ടമുള്ളതുപോലെ അങ്ങ് പറയുന്ന പോലൊക്കെ വേണമല്ലോ നടക്കാൻ, അതുകൊണ്ട് എനിക്ക് അത്ര സുഖം തോന്നുന്നില്ല. അവൻ എന്ത് ചെയ്തു? അവന്റെ ഇഷ്ടം പോലെ യാത്ര ചെയ്യുവാൻ തനിക്കുള്ള സ്വത്തിന്റെ ആ ഭാഗം ചോദിച്ചു. ആ നല്ല അപ്പൻ സ്വത്തിന്റെ ഭാഗമെടുത്ത് അവന് കൊടുത്തു. അത് വാങ്ങി അവൻ യാത്രയായി. തന്റെ കൂട്ടുകാരും ഒരുമിച്ച് ദൂരദേശത്ത് പോയി. പലയിടങ്ങളിൽ കയറി ഇറങ്ങി. മദ്യഷാപ്പിൽ കയറിയായിരിക്കാം, എന്ന് വേണ്ട ആഡംബര ഹോട്ടലുകളിലും എന്ന് വേണ്ട പലയിടങ്ങളിലും സന്തോഷത്തിന് വേണ്ടി ഉള്ള പണം മുഴുവൻ അവൻ ചെലവഴിച്ചു. കൂട്ടുകാരും കൂടി. പണമുണ്ടെങ്കിൽ കൂട്ടുകാരുണ്ട്, സൗകര്യമുണ്ടെങ്കിൽ കൂട്ടുകാരുണ്ട്. എല്ലാം തീർന്നു. അവസാനം ഇങ്ങനെ വായിക്കുന്നു, എല്ലാം ചെലവഴിച്ച ശേഷം ഒന്നുമില്ലാതെയായി. ഒരു നേരം ആഹാരം കഴിക്കാനില്ല, കൂട്ടുകാരോടി മാറി, ആരും കൂട്ടത്തിലില്ല, ഒറ്റയ്ക്കായി. ഒരു വീട്ടിൽ ചെന്ന് വാതുക്ക മുട്ടി, എന്തെങ്കിലും ഒരു ജോലി തരണേ. അവരെ നോക്കിയപ്പോൾ ഒരു വലിയ വീട്ടിലെ കൊച്ചനാ, എവിടുന്നാ വന്നത്, ഇന്നതാ സാഹചര്യം എല്ലാം പറഞ്ഞു. ആ വീട്ടുകാരൻ പറഞ്ഞു, പന്നിയെ മേയ്ക്കുന്ന ഒരു ജോലി മാത്രം ഇവിടെയുണ്ട്. അങ്ങനെ പന്നിയുടെ നടുവിലൂടെ ഇവൻ അതിനെ മേയ്ക്കുവാൻ ഇറങ്ങി. ഇസ്രായേലിന്റെ ഏറ്റവും നിഷിദ്ധമായ ഒന്നാണ് പന്നിയെ മേയ്ക്കുക. പക്ഷേ ആ ജോലിയിലേക്ക് ഇവൻ ഇറങ്ങേണ്ടി വന്നു. അങ്ങനെ ഇവൻ ദിവസങ്ങൾ കഴിച്ചുകൂട്ടി. പട്ടിണിയിലും പരിവട്ടത്തിലും ഈ പന്നിയെ മേയിച്ചുകൊണ്ട് ദിനംതോറും മുൻപോട്ട് പോകുമ്പോൾ ഒരു ദിവസം അവൻ ഓർത്തു, എന്റെ അപ്പന്റെ വീട്ടിൽ എത്ര കൂലിക്കാരുണ്ട്, അവര് ആഹാരം തിന്ന് ശേഷിപ്പിക്കുന്നു. എന്റെ അപ്പൻ ഉന്നതനായ ധനവാനാണ്. അയ്യോ, ഞാൻ അവിടേക്ക് മടങ്ങിപ്പോകും, എന്റെ അപ്പന്റെ കാലിൽ ഞാൻ വീഴും. അപ്പ ഞാൻ നിന്നോട് സ്വർഗത്തോട് ഭാവം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകനൊന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. എന്നെ ഒന്ന് സ്വീകരിക്കണം, ഒരു വേലക്കാരനെ പോലെ സ്വീകരിക്കണമെന്ന് പറഞ്ഞ് ഞാൻ എന്റെ അപ്പന്റെ കാലിൽ വീഴുമെന്ന് പറഞ്ഞ് ആ മകൻ എന്ത് ചെയ്യുമെന്നറിയാമോ? ആ പന്നിയുടെ ഇടയിൽ നിന്ന് ഒരു ദിവസം വയറൊട്ടിയവനായി, മുഖമൊട്ടിയവനായി, കീറിപ്പറിഞ്ഞ വസ്ത്രം ധരിച്ചവനായി തന്റെ ഭവനത്തിലേക്ക് മടങ്ങി വരികയാണ്. ഈ സമയത്ത് നാളുകളായി മകൻ ഇറങ്ങിപ്പോയോ, അന്ന് മുതൽ അപ്പൻ കണ്ണിൽ എണ്ണ ഒഴിച്ച പോലെ കാത്തിരിക്കുക. എന്തിനാ? തന്റെ മകൻ എന്ന് മടങ്ങി വരും. ഈ അപ്പന്റെ ആഗ്രഹം ഇതേ ഉള്ളൂ. ഒരു ദിവസം എന്റെ മകൻ മടങ്ങി വരും. അവൻ എന്നോട് വാഗ്വാദം ചെയ്ത്, അവൻ അവകാശങ്ങൾ മേടിച്ച്, അവൻ വേണ്ടാത്തിടത്ത് കയറി എല്ലാം നശിപ്പിച്ചെങ്കിലും ഒരു ദിവസം അവൻ മടങ്ങി വരും. ഈ ഒരു ബോധ്യത്തോടുകൂടെ ആ അപ്പൻ മകന് വേണ്ടി കാത്തിരിക്കുക. കണ്ണിലെണ്ണ ഒഴിച്ച് കാത്തിരിക്കുമ്പോൾ ഒട്ടിയ വയറുമായി, കീറിപ്പറഞ്ഞ വസ്ത്രവുമായി ഒരുവൻ ദൂരെ വരുന്നു. ഇത് കണ്ടപ്പോഴേ അപ്പൻ മനസ്സിലായി. തന്റെ ഇളയ മകൻ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. ഓടിച്ചെന്നു അപ്പൻ, പ്രായമുള്ള അപ്പന് മനസ്സിലായി നഷ്ടപ്പെട്ട മകനാണ്. തന്നോട് അവകാശവാദം പറഞ്ഞ് എല്ലാം നഷ്ടപ്പെടുത്തി, എല്ലാം വിട്ടുകളഞ്ഞ് ഭവനം വിട്ടുപോയ മകൻ മടങ്ങി വന്നപ്പോൾ ഓടിച്ചെന്ന് ചുംബിച്ചു. എന്നിട്ട് അവനെ കൂട്ടുകൊണ്ട് അകത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, അവനെ വസ്ത്രം ധരിപ്പിക്കുക. ഞാൻ അവിടെ നിർത്തിയിട്ട് ഉള്ള കാളെ ഇറക്ക, അവൻ സത്യ ഒരുക്ക, സംഗീതക്കാരികളെ വരുത്ത, പാട്ടുകൾ പാടട്ടെ, സന്തോഷിക്കട്ടെ. അവിടെ ഒരു വലിയ സന്തോഷം, ആ വീട്ടിലൊരു വലിയ സന്തോഷം. എന്താ? കാണാതെ പോയ മകനെ കണ്ടുകിട്ടി. ഈ മകന്റെ പ്രത്യേകത എന്നറിയോ? ആരും പേടിപ്പോയില്ല. പക്ഷെ അവൻ സ്വതവേ മടങ്ങി വന്നു. മനുഷ്യ, നീ മടങ്ങി വരേണ്ട സമയമാണ്. 2025 അവസാന മാസം, അവസാന മണിക്കൂറിൽ ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, അപ്പന്റെ സന്നിധി വിട്ട് പാപത്തിന്റെ വഴിച്ചാലിലൂടെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി പോകുന്ന മനുഷ്യ, നീ മടങ്ങി വന്നേ മതിയാകൂ. നിന്നെ തേടി യേശുവിന്റെ സ്നേഹം ഇതാ കടന്നു വരികയാണ്. ഒരു മാനസാന്തരത്തിനുള്ള ചിന്ത നിന്റെ അകത്തുണ്ടാകുമോ? നീ നിന്നിലേക്കൊന്ന് മടങ്ങി വരുന്നു. എന്റെ അപ്പന്റെ വീട് എത്രയോ കൂലിക്കാർ,
ഞാനോ നശിക്കുന്നു, പാപം ചെയ്ത് നശിക്കുന്നു, അരുതാത്ത വഴിയിൽ പോയി നശിക്കുന്നു, ദോഷത്തിലൂടെ നശിക്കുന്ന ജീവിതമേ, നിന്റെ അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങി വാ. നിന്നെ സ്നേഹിക്കുന്ന ഒരു പിതാവ് ഇവിടെ ഉണ്ട്. ഏതാണെന്നറിയാമോ? സ്വർഗസ്ഥനായ പിതാവ്. ആ പിതാവ് ഇരുകരങ്ങളും നീട്ടി വിളിക്കുക, മകനെ മകളെ, നീ എന്ന് മടങ്ങി വരും? ആ അപ്പൻ സ്നേഹത്തോടെ നിന്റെ മാടി വിളിക്കുക. ഈ സായാഹ്ന വേളയിൽ ശക്തമായി ഞങ്ങളിത് വിളിച്ചു പറയുന്നതിന്റെ കാര്യം, ഇവിടെ അപ്പന്റെ സന്നിധിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ചില മുടിയപുത്രന്മാര് പാപം ചെയ്ത്, ദോഷം ചെയ്ത്, പാന്നിയുടെ നടുക്കൂടെ, വേണ്ടാത്ത അശുദ്ധിയുടെ ഇടയിലൂടെ, ദോഷത്തിലൂടെ, ലൈംഗിക വൈകൃതങ്ങളിലൂടെ നശിച്ച് ആമെ തകർന്ന്, ആമെ പാപത്തിൽ, മദ്യത്തിൽ, മയക്കുമരുന്നിൽ തെറ്റിപ്പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ മുടിയപുത്രം മടങ്ങി വന്നതുപോ ഈ ആണ്ടിന്റെ ഒടുവിൽ മടങ്ങി വരിക. സ്വർഗം നിങ്ങളെ വിളിക്കുക. മടങ്ങി വരാൻ തയ്യാറുണ്ടോ? മാനസാന്തരപ്പെടാൻ തയ്യാറുണ്ടോ? ചെയ്ത തെറ്റേറ്റു പറയാൻ തയ്യാറുണ്ടോ? അപ്പ ഞാൻ തെറ്റിപ്പോയി. അവൻ തീരുമാനമെടുത്തു, അപ്പനോട് കാലു പിടിക്കും. പക്ഷെ ഇതൊക്കെ പറയുന്നതിന് മുമ്പ് അപ്പന് വന്ന് ഏറ്റെടുത്തേ. മുഴുവനൊന്നും പറഞ്ഞില്ല. പറയുന്നതിന് മുമ്പ് അപ്പൻ അവനെ ഏറ്റെടുത്തു. അവന് വേണ്ട വസ്ത്രം ധരിപ്പിച്ചു. അന്ന് രാത്രി എന്ത് സന്തോഷമാണെന്നറിയാമോ? അവിടെ കാണാതെ പോയതിനെ തിരഞ്ഞെടുക്കാൻ കടന്നു വന്നിരിക്കുന്ന ദൈവപുത്രൻ ഇന്ന് ഈ സായാഹ്നത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ മാടി വിളിക്കുക. എത്ര നാളായി വൃഥാ ഓടി മനുഷ്യാതിന്റെ ജീവിതം നഷ്ടമാക്കരുതേ. പാപത്തിലൂടെ പോയി നാശത്തിലേക്ക് നീ ഒഴുകരുതേ. നരകം വായ് വിടർന്ന് നിൽക്കുക. അവയെ ചില ചോദിക്കും, ചത്ത എവിടെ പോകും പാസ്റ്ററെ? നിങ്ങൾ ഈ പറയുന്ന പോലൊന്നും തല അവിടെയാണോ ഇവിടെയാണോ ഒന്നും അറിയത്തില്ല. ചുമ്മാ വിളിച്ചു പറഞ്ഞിട്ട് എന്നാ കാര്യമെന്നൊക്കെ ചോദിക്കും. പക്ഷെ യാഥാർത്ഥ്യം പറയാം, ഇവിടെ ചിലതിന് തെറ്റിന് ശിക്ഷയുണ്ടെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തെ അനുസരിക്കാതെ പോകുന്ന മനുഷ്യനെ ദൈവം വിടുമോ? ഇല്ല. ദൈവത്തിന്റെ ന്യായവിധിയുടെ കരം വീഴുന്നതിന് മുമ്പ് സ്നേഹത്തോടെ ഇരുകരങ്ങളും നീട്ടി ദൈവം പാടി വിളിക്കുന്നു. എത്ര നാൾ വൃഥാവായി ഓടി മനുഷ്യ നിൻ ജീവിതം, ലോകത്തിന്റെ ഇമ്പം തേടി കഴിച്ചു നീതം. ഇന്നു തന്നെ യേശു നിന്നെ രക്ഷിപ്പാനായി കാക്കുന്നു. ഭയം വേണ്ട, ശങ്കിക്കേണ്ട, വയവങ്ങൾ നീന്ന്. ഭയം വേണ്ട, ശങ്കിക്കേണ്ട, വയവങ്ങൾ നീന്ന്. ഇന്നു നീ ഒരിക്കൽ കൂടി ദൈവവേലി കേട്ടല്ലോ. രക്ഷിതാവു സ്നേഹത്തോടെ കാത്തിരിക്കുന്നുണ്ടല്ലോ. ഇന്നു തന്നെ യേശു നിന്നെ രക്ഷിപ്പാനായി കാക്കുന്നു. ഭയം വേണ്ട, ശങ്കിക്കേണ്ട, വയവങ്ങൾ നീന്ന്. ഭയം വേണ്ട, ശങ്കിക്കേണ്ട, വയവങ്ങൾ നീന്ന്. യേശുവിന്റെ ജ്ഞാനത്തിലേക്ക് വരിക. ഹൃദയംഗമായ ഒരു തീരുമാനമെടുക്കുക. കർത്താവേ, ഞാൻ പാപിയാണ്, ഞാൻ പാപം ചെയ്തു പോയി, അങ്ങയുടെ സന്നിധി വിട്ടകന്നു പോയി. അപ്പാ, എന്നെ രക്ഷിക്കണമേ. ആര് പ്രാർത്ഥിക്കും? ഈ വീട്ടിലെ അച്ചായൻ ഇപ്പോൾ മുൻപോട്ട് വന്ന് പ്രാർത്ഥിക്കും. സ്തോത്രം 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 സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്തുതിയ നല്ല സമയത്ത് ഈ പ്രദേശത്തേക്ക് ദേവദാസന്മാരെ കൂട്ടിവെച്ച് വൻകുറിച്ചായിട്ട് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. ഒട്ടുമാറ്റമില്ലാത്ത തിരുവചനം
ഈ ദേശത്തോട് വിളിച്ചറിയിപ്പാൻ ദൈവദാസന്മാരെ ദൈവം കണ്ണിലെടുത്ത് ഉപയോഗിച്ച വൻകുപിക്കായിട്ട് ദൈവത്തിന് നന്ദിയോടെ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. അദ്ദേഹം സംസാരിച്ച ദൈവദാസന്മാരെ സ്വർഗ്ഗം അനുഗ്രഹിക്കണമേ, ആത്മീയമായ ഭൗതികമായി അനുഗ്രഹിക്കണമേ. ഈ വചനം കേട്ട എല്ലാവരെയും സ്വർഗ്ഗം അനുഗ്രഹിക്കണമേ. ഈ ദേശത്തെ ദൈവം ജീവിക്കണമേ, അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവനെന്ത് പ്രയോജനം തിരുവചനമുണ്ടല്ലോ. നാല് ദൈവാത്ഭുതങ്ങളെ പ്രവർത്തിക്കണമേ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കണം. അവരുടെ സാന്നിധ്യം ഞങ്ങളോട് ഉടവുള്ളതിനായ സ്തോത്രം. തെറ്റുകുറ്റങ്ങളെ ക്ഷമിക്കണം. സകലവും യേശുവിൻ നാമത്തിൽ തന്നെ. ഈ സമയം വരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവരോടും നന്ദി പറയുന്നു. ഈ ദേശത്തുള്ള എല്ലാ കുടുംബങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൂടുതലായി ദൈവവചനം അറിയുവാനും പഠിക്കുവാനും ദൈവിക സത്യങ്ങളിലേക്ക് കടന്നു വരുവാനും ദൈവം നിങ്ങൾക്ക് അവസരങ്ങളെ ഒരുക്കട്ടെ. ദൈവവചനം വായിക്കുക, ഇവിടെ അടുത്ത ചർച്ചകളിൽ കടന്നു പോവുക. ആമേൻ. ദൈവ ശബ്ദം കേട്ട് കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ ഒരു പുതിയ സമരസരം ശേഷിക്കുന്നെങ്കിൽ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ ദൈവം നിങ്ങൾക്ക് ഏവർക്കും ഈ വചനങ്ങളാൽ ഇടയാക്കട്ടെ. യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു, യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ നൽകുന്നു, യേശുക്രിസ്തു രാജാവായി വേഗം വരുന്നു. നിന്റെ ദൈവത്തെ നിൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ആമേൻ. കർത്താവേ വേഗം വരണമേ. ആമേൻ, ആമേൻ, ആമേൻ.